നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എങ്ങോട്ടിറങ്ങിയാലും നിതീഷിന്റെ പിന്നാലെ നമ്മുടെ ആളുകളുണ്ട്. പക്ഷെ സംശയാസ്പദമായി നമുക്കിതുവരെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മഹാലക്ഷ്മി അമ്മ നിതീഷിന്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അനുരാധ ആന്റി അറിയില്ലേ അക്കു. അവരമ്മയും മോനും തമ്മിലുള്ള ആത്മബന്ധത്തെ അങ്ങനെ കുറച്ച് കാണണ്ട. അമ്മ അറിയാതെ മകനോ മകൻ അറിയാതെ അമ്മയോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് മഹാലക്ഷ്മി അമ്മയെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടണമെങ്കിൽ അനുരാധ ആന്റിയുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നത്. ഗിരി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. മഹാലക്ഷ്മി അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. നമ്മൾ അമ്മയെ കണ്ടെത്തും. എന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഇപ്പോഴും ഇരുട്ടിലാണ് ആകാശം. അവിടേക്ക് വെളിച്ചം വീഴണമെങ്കിൽ സത്യങ്ങൾ എന്തൊക്കെയാണെന്നും സംഭവിച്ചത് എന്തൊക്കെയാണെന്നും എനിക്കറിയാം. അതിനെന്റെ പെറ്റമ്മയെ എനിക്ക് കണ്ടെത്തിയേ മതിയാവും. ശത്രുപാളത്തെ വിവരങ്ങൾ ചോർത്താൻ പറ്റിയ ഒരാളുണ്ട്. അയാളെ വേണ്ട വഴിക്കൊന്ന് അപ്രോച്ച് ചെയ്ത മണി പോലെ കാര്യങ്ങൾ കിട്ടും. വേറെ ആരുമല്ല, ഇത്രയും നാൾ അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അമ്പിയങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അതിന് അമ്പിളി അങ്കിളിപ്പോ ആകെ കിളിപോയ അവസ്ഥയിലല്ലേ? അതുകൊണ്ടാണല്ലോ നമുക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പറഞ്ഞത്. കിളി പോയി നടക്കുന്ന അമ്പ്യങ്ങളാണ് മഹാലക്ഷ്മി അമ്മയിലേക്കുള്ള നമുക്കുള്ള പാത. ഹലോ അച്ഛാ. മോളെ, അച്ഛനൊരു സമാധാനമില്ല മോളെ. ഒടുവിൽ ഞാൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. അച്ഛൻ വിഷമിക്കണ്ട. നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. നമുക്ക് ആ കുഞ്ഞിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. ഇങ്ങനൊരു അധ്യായം നന്ദുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെന്ന് പോലും തോന്നാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇന്നലെ അവളോട് സംസാരിച്ചിരുന്നു. അവൾ ഒരു രീതിയിലും ആ കുഞ്ഞിനെ വിട്ടുകളയാൻ തയ്യാറാകുന്നില്ല. നിതീഷുമൊത്തുള്ള ഒരു ജീവിതത്തിലേക്കുള്ള മാർഗമായിട്ടാണ് അവൾ ആ കുഞ്ഞിനെ കാണുന്നത്. സംഭവിച്ചത് എന്തായാലും സംഭവിച്ചു. ഇനി ആ കല്യാണം നടക്കുകയാണെങ്കിൽ അതല്ലേ മോളെ നല്ലത്? അച്ഛാ, അതിന് നിതീഷിന് അങ്ങനെ ഒരു ആത്മാർത്ഥത തോന്നണ്ടേ അച്ഛാ? എന്റെ മോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തണം മോളെ. പക്ഷേ അച്ഛ, ഇതൊന്നും ആരും ഇവിടെ സമ്മതിക്കില്ല. ഈ കുടുംബത്തിലേക്കുള്ള എന്റെ വരവ് പോലും അവരിപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല. പിന്നെയാണോ നിതീഷിന്റെ നന്ദിതയുടെ ബന്ധം? മറ്റാരംഗീകരിച്ചില്ലെങ്കിലും ഗിരി നിന്നെ മനസ്സുകൊണ്ട് അംഗീകരിച്ചല്ലോ മോളെ. ഗിരിക്കൊരു പക്ഷേ നിതീഷിന്റെ ഭാര്യയായി നന്ദിതയെ അംഗീകരിക്കാൻ കഴിഞ്ഞാലോ? അച്ഛന് മനസ്സിലാകുന്നുണ്ട്. വീട്ടുകാരൊരു പക്ഷേ ഈ ബന്ധത്തിനോട് നന്നായി പ്രതികരിച്ചു എന്ന് വരില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗിരി ഒരു മനുഷ്യത്വം ഉള്ളവനാ. നിതീഷ് ഇങ്ങനെ ഒരു ആവശ്യം അവനോട് പറഞ്ഞാൽ നിതീഷിന്റെ കൂടെ നിൽക്കില്ലേ? നീ തന്നെ മുൻകൈയെടുത്ത് ഈ വിഷയം നിതീഷിന് വേണ്ടി സംസാരിക്കണം. നമ്മുടെ വീടിന് ചീത്തപ്പേരിൽ നിന്ന് കരകയറ്റണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.